എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡിന്നറോ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്നാക്സോ എല്ലാം ആക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണിത്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും, അതായത് അപ്പക്കാരം, 2 ടീസ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതെല്ലാം കൂടി കൂട്ടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ 5 മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ തൈര് ഇവിടെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് മൈദപ്പൊടിയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. നമുക്ക് ഇതൊരു തിക്ക് ബാറ്റർ തന്നെ വേണം, അധികം ലൂസായി പോകരുത്. അതുകൊണ്ട് ആവശ്യത്തിന് കുറേശ്ശെ ഇട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമുക്ക് ഒരു 4 മണി പലഹാരമോ അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആക്കി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്കിത് ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത്രയും തിക്നെസ്സിൽ വേണം നമുക്കിത് കലക്കിയെടുക്കാൻ. അപ്പോഴേക്കും ഞാനിവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവാൻ വേണ്ടി വെച്ചിരുന്നു. അത് ചൂടായപ്പോൾ അതിലേക്ക് ഇതിൻ്റെ ഓരോ സ്പൂൺ വീതം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പാത്രം നിറയുന്നതുവരെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗം ഇത് നല്ല ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗം കൂടി വേവിച്ചെടുക്കണം. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെ മറ്റേ ഭാഗവും ഗോൾഡൻ കളറായപ്പോൾ ഞാൻ പാനിൽ നിന്നും കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ഒരു വൈറ്റ് ചട്നിക്കൊപ്പമാണ് കഴിക്കേണ്ടത്. ചട്നി ഇല്ലാതെയും നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. ചട്നി കൂട്ടി കഴിക്കുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മൈസൂർ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത്. അപ്പം ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.